ബിഗ് ബോസ് മലയാളം റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പേരിൽ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ലാലേട്ടന് ഒരു ജന്മദിന ആശംസ നേരാനായിട്ട് ഒരു അവസരം എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നാണ് നമ്മൾ ഓരോ ആളുകളും ലാലേട്ടന് ജന്മദിന ആശംസകൾ നേരുന്നത്. 2 മണിക്കൂർ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ചിട്ട് ഓരോ ആളുകൾ വന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ സിനിമാ അനുഭവങ്ങളുമായിട്ട് അത് കമ്പയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ചെയ്തത്. ഇതിന്റെ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോയിന്റ്സ് എഴുതി വെക്കുന്ന പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കായിരുന്നു. അതുപോലും നോക്കിയില്ല. കാരണം എല്ലാവരും അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് മുൻപിൽ സമമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു ജന്മദിന ആശംസ കൊടുക്കാനായിട്ട് അവസരം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എത്രത്തോളം എക്സൈറ്റഡ് ആകും എന്നുള്ളത് സിമ്പിളായിട്ട് ഊഹിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ചിലപ്പോൾ ഈ സീസണിലേക്കൊക്കെ പുതിയ കണ്ടസ്റ്റൻസ് വരുന്ന സമയത്ത് അവർ ഓവർ എക്സൈറ്റഡ് ആവുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും അവർ അത്രയധികം ഓവർ ആവുന്നത്. പിന്നീട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചു, ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വേദിയിൽ ലാലേട്ടനെ അടുത്ത് കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പെരുമാറുക? നമ്മൾ പെരുമാറുന്നതിൻ്റെ എത്രയോ താഴെയാണ് പല ആളുകളും അവിടെ പെരുമാറുക. അത്രയധികം എക്സൈറ്റഡ് ആയിരിക്കും. കാരണം നമ്മൾ എത്ര കാലമായിട്ട് അദ്ദേഹത്തെ കാണുന്നതാണ്. ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ, സിനിമകൾ കണ്ടു തുടങ്ങുന്ന കാലം മുതൽ തന്നെ ആകെ പറയാൻ പഠിച്ച 2 പേരുകൾ എന്ന് പറയുന്നത് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ എന്നുള്ളതാണ്. ആദ്യം പറയാൻ പഠിച്ച 2 പേരുകൾ. ഇവരുടെ സിനിമകളാണോ ദൂരദർശനിൽ ആഴ്ചയിൽ ഒരിക്കൽ വരുന്നത് എന്ന് കാത്തിരിക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. എന്റെയൊക്കെ സാഹചര്യം എത്ര ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നാട്ടിൻപുറങ്ങളിലുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കേബിൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ വളരെ വൈകി എത്തിയ ഒരു സംവിധാനമാണ്. അതിനു മുൻപ് ചില വലിയ വീടുകളിൽ ഡിഷ് ആന്റിനയൊക്കെ ഉണ്ട്. അപ്പോൾ ഡിഷ് ആന്റിന വഴി അവർക്ക് കൂടുതൽ സിനിമകൾ കാണാൻ പറ്റുന്ന ചാനലുകളുണ്ട്. ഞങ്ങൾക്ക് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതും ഈ ഇടി മഴയൊക്കെ വരുന്ന സമയത്ത് കിട്ടാറില്ല. അതേപോലെ തന്നെ ലൈവായിട്ട് ക്രിക്കറ്റ് സംപ്രേഷണമുള്ള സമയത്ത് സിനിമകൾ കാണിക്കാറില്ല. ആ ഒരു ഞായറാഴ്ച ലാലേട്ടൻ്റെ ഒരു സിനിമ വരുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പുണ്ട്. അതേപോലെ അന്നത്തെ കാലത്ത് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് ഈ ഒരു സിനിമ ആഴ്ചയിൽ ഒരിക്കൽ കാത്തിരുന്ന് വരുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കരണ്ട് പോയാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. യോധ പോലെയുള്ള ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അരമണിക്കൂർ 3/4 മണിക്കൂർ കരണ്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ ബാല്യകാലത്തെ ഓർമ്മകളായിട്ടുണ്ട്. ലാലേട്ടൻ്റെ സിനിമ, മമ്മൂക്കയുടെ സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരുന്ന് കാണുന്ന സിനിമകൾ. എനിക്ക് അന്നത്തെ കാലത്ത് ലാലേട്ടൻ്റെയൊക്കെ ഒരു സിനിമ കാണാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ടിനെ കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയത്താണ് പലതരം പ്രതിസന്ധികളാണ്. പണ്ട് VCR ഉണ്ടായിരുന്നു. VCRനകത്ത് നമ്മൾ വലിയ ഒരു കാസറ്റ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ സിനിമ കാണാനായിട്ട് സാധിക്കും. അത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് എൻ്റെ വീട്ടിലൊക്കെ വന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് അധികം വൈകാതെ CD പ്ലെയർ വരികയും ചെയ്തു. അപ്പോൾ VCRനകത്ത് സിനിമ കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഫംഗസ് ഉണ്ടാവും. ഈ ഫംഗസ് ഇതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് വള്ളികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വള്ളികളിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് വിസിബിൾ ആവില്ല. പിന്നെ ഇത് സ്പിരിറ്റ് വെച്ച് തുടച്ച് കറക്കി ക്ലീൻ ചെയ്തിട്ട് വേണം കാണാനായിട്ട്. എന്തോ ഒരു എഫേർട്ടാണ് എടുത്തിരുന്നത്. അതിനുശേഷം CD കടകൾ വന്നു. CD കടകൾ വരുന്ന സമയത്ത് അന്ന് 15 രൂപയാണ് അതിന്റെ റെന്റ്, 10 രൂപയൊക്കെയാണ് റെന്റ്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് അത് എടുക്കുന്നത്. അങ്ങനെയാണ് ഒരുമാതിരിപ്പെട്ട ലാലേട്ടന്റെ എവർഗ്രീൻ സിനിമകളൊക്കെ കണ്ട് ആസ്വദിച്ചത്. പിന്നീട് ചാനലുകളൊക്കെ ഇഷ്ടംപോലെ സിനിമകളൊക്കെ വരാൻ തുടങ്ങി. എന്നാലും അന്നത്തെ കാലത്ത് കഷ്ടപ്പെട്ട് കണ്ട സിനിമകളൊന്നും ഒരിക്കലും മറക്കില്ല. ചില സിനിമകളുടെ CDകളൊക്കെ നമ്മൾ സ്വന്തമായി വാങ്ങിച്ചു വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നമുക്കറിയില്ലല്ലോ, പെൻഡ്രൈവ് വരും, അതേപോലെ തന്നെ ഒത്തിരിയധികം സിനിമകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമെന്നൊക്കെ അന്നത്തെ കാലത്ത് ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ ഞങ്ങളൊക്കെ വലിയ CD ശേഖരം വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് സ്വന്തമായിട്ട് ലാലേട്ടൻ്റെ ഇത്രയധികം സിനിമകളുടെ കളക്ഷൻ ഉണ്ട് എന്നൊക്കെ അഭിമാനത്തോടെ പറയാൻ വേണ്ടി സ്വന്തമായി ശേഖരം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ അപ്പനെന്ന് വലിയ ഓഫർ ഡീലാണെന്ന് പറഞ്ഞിട്ട് കുറേയധികം കാസറ്റുകൾ ഏതോ ഒരു കാസറ്റ് കട നിർത്തിയ സമയത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. അതിൽ ലാലേട്ടൻ്റെ സിനിമകൾ ഉണ്ടായിരുന്നു, മമ്മൂക്കയുടെ സിനിമകൾ ഉണ്ടായിരുന്നു. അന്നത് വമ്പൻ ഡീലാണ്, കിടിലൻ ഓഫർ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങി വീട്ടിൽ അടുക്കി വെച്ചു. പിന്നീടാണ് CD വരുന്നതും ബാക്കിയുള്ള സൗകര്യങ്ങൾ വരുന്നതൊക്കെ. CD വരുന്ന സമയത്ത് എല്ലാം കൂടെ CD-യിലാക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും പെൻഡ്രൈവ് ഒക്കെ വന്നു. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് എനിക്ക് ലാലേട്ടൻ്റെ പഴയ സിനിമകൾ ഇവർ പറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത്. എൻ്റെ മെയിൻ ചാനലൊക്കെ കാണുന്ന ആളുകൾക്കറിയാം, സിനിമാ റിവ്യൂകൾ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. ഒരു തരത്തിലൊക്കെ നമ്മളതിങ്ങനെ ചെയ്ത് ബലിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ സിനിമയോട് വല്ലാതെ ഇഷ്ടം തോന്നുന്ന സമയത്ത് ലോഹിതദാസ് സാറിൻ്റെയൊക്കെ സ്ക്രിപ്റ്റുകൾ എടുത്ത് വായിക്കും. കമലദളത്തെ കുറിച്ചിട്ട് ഇന്ന് അപ്സര പറഞ്ഞ സമയത്ത് ഞാൻ ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച ഒരു കാര്യമാണ് ഓർക്കുന്നത്. അത് ലാലേട്ടനെടുത്ത ഒരു എഫേർട്ടിനെ കുറിച്ചിട്ട് നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. അതേപോലെ തന്നെ ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിനകത്തുള്ള ഒരു റിസർച്ച് ഉണ്ട്. ആ ഒരു റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതുന്ന സമയത്ത് അത്രത്തോളം അതിനെക്കുറിച്ചിട്ട് അറിവ് വേണം. ആ ഒരു അറിവ് ഒരു നടനിലേക്ക് പകർന്നു കൊടുത്ത് ആ ഒരു നടൻ ആ ഒരു സ്ക്രിപ്റ്റിനകത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ പെർഫോം ചെയ്യുന്ന സമയത്ത്
ഒരു സിനിമയിൽ നിന്നൊക്കെ നമുക്ക് എന്തോരം പഠിക്കാനുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച് പോയി കഴിഞ്ഞാൽ വളരെയധികം നീണ്ടുപോകും. കിരീടം, ചെങ്കോല് പോലുള്ള സിനിമകൾ, കിരീടത്തിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ ഞാനത് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അതിനെക്കുറിച്ചിട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഞാൻ മുകളിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ ഒരു സിനിമയെക്കുറിച്ചിട്ട് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ എപ്പിസോഡിലേക്ക് തിരിച്ചു വരാനായിട്ട് നിർബന്ധിതനായി മാറിയിരിക്കുകയാണ്. കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് എല്ലാവരുടെയും ഒന്നിനൊന്നിനും മെസ്സായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇട്ടു. അപ്പോൾ ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് ആ ബർത്ത്ഡേക്കാരന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ആളുടെ കൊള്ളാം, ഇന്ന ആളുടെ കൊള്ളത്തില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. എല്ലാ ആളുകളും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തു. അപ്പോൾ അഭിഷേക് നല്ല പെർഫോമൻസ് ആയിരുന്നു, ജാസ്മിൻ സിജോ അവരുടെ കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ ഗ്രൂപ്പ് ഡാൻസിലൊക്കെ ആണ് എന്നുണ്ടെങ്കിലും നന്നായിട്ട് ചെയ്തു. അർജുൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്, ശ്രീതു നന്നായിട്ട് ചെയ്തു. നോറയെ പല സാഹചര്യങ്ങളിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നോറയ്ക്ക് അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ലുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെപ്പുകളൊക്കെ നോറ അത്യാവശ്യം സാഹചര്യങ്ങളിലൊക്കെ ഇടാറുണ്ട്. അൻസിബ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ ചെയ്തു. എടുത്തു പറയാനായിട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു. സിനിമ അനുഭവങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്, വെറൈറ്റി ആയിട്ട് തോന്നിയത് ഒന്ന് അപ്സരയുടേതാണ്. പിന്നെ സായി പറഞ്ഞ ഒരു കാര്യം, ഗസ്റ്റായിട്ട് വന്ന ഒരു റോളിനെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യം. കുറച്ചും കൂടി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം പറഞ്ഞത് ലൂസിഫറിനകത്തെ ലാലേട്ടനെ കുറിച്ചിട്ട് സിജോ പറഞ്ഞതാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് റിപ്പിറ്റേഷൻ ഫീൽ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ഈ ഇടയ്ക്ക് ആയിട്ട്. ലാലേട്ടൻ ഇപ്പോൾ മിക്കവാറും എല്ലാ സിനിമകളുടെ അവസാനം എബ്രാം ഖുറേഷ്യ വന്ന ഒരു പ്രത്യേക പ്രതിഭാസം ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ അതിന് മുൻപുള്ള ഒത്തിരിയധികം കഥാപാത്രങ്ങളാണ്. എത്രയധികം കഥാപാത്രങ്ങളാണ്. ഇപ്പം രസതന്ത്രത്തിനകത്തെ കഥാപാത്രം. പിന്നെ ലാലേട്ടൻ ചില സാധനങ്ങളൊക്കെ വേറെ ആരും ചെയ്യാത്ത രീതിയിലേക്ക് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം ഒരു സിനിമയുണ്ടല്ലോ, മറന്നുപോയല്ലോ, ദാക്ഷായണി ബിസ്ക്കറ്റിൻ്റെ സിനിമ, വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പേര് മറന്നു. അപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ഇങ്ങനെ കൈകൂപ്പി പറയില്ലേ, ചേട്ടൻ ഇനി ഇവിടെ അലുവ വാങ്ങിക്കൊണ്ട് വരരുത്. അപ്പോൾ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഡയലോഗ് ഡെലിവറി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലുള്ള ചില സാധനങ്ങൾ, ചില മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരു നടൻ അത്തരത്തിലുള്ള പെർഫോമൻസുകൾ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ വീക്കെൻഡിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയിൽ അദ്ദേഹം ഹോസ്റ്റായിട്ട് വരിക എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസിന് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. പിന്നീട് ഉണ്ടായിരുന്നത് 1 വർഷത്തെ എഫേർട്ടിന് ശേഷം പുറത്തു വന്ന ഏട്ടൻ ഫോണ്ടിൻ്റെ ഒരു ലോഞ്ച് ആയിരുന്നു. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ഐഡിയ പറയുന്നു. ആ ഒരു ഐഡിയ അന്ന് കേട്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ ലാലേട്ടൻ്റെ ഫോണ്ട് ഇനിയിപ്പോൾ എല്ലാ ആൾക്കാരുടെ അടുത്ത് ഉപയോഗിക്കുമല്ലോ, അത് ശരിയല്ലല്ലോ. പക്ഷെ ഇന്ന് ആ ഒരു ഫോണ്ട് കണ്ട സമയത്ത് പ്രിസർവ് ചെയ്ത് വെക്കേണ്ടതല്ലേ ഇതൊക്കെ, ശരിക്കും ഇത് വേണ്ടതല്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. നമ്മുടെ ചില സമയത്ത് ചില ചിന്തകൾ, അഭിപ്രായങ്ങളൊക്കെ പിന്നീട് മാറുന്ന ചില അവസരങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയ മാറിയൊരു അഭിപ്രായമാണ് ഏട്ടൻ ഫോണ്ട് ഇന്ന് റിലീസ് ചെയ്ത സമയത്ത് ഉണ്ടായത്. ശരിക്കും ആ ഒരു ഫോണ്ട് എല്ലാ ആളുകൾക്കും കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നീട് ഉണ്ടായിരുന്നത് ക്ലബ് എഫും അതേപോലെ തന്നെ മാതൃഭൂമിയൊക്കെ ചേർന്ന് ഒരുക്കിയ ഒരു കഥയായിരുന്നു. ആ ഒരു കഥ ഒരു പ്രത്യേക ആവിഷ്കാരമാണ്. അതൊരു എക്സ്പെരിമെൻ്റൽ അപ്രോച്ചാണ്. പക്ഷേ എനിക്ക് വളരെ രസമായിട്ട് തോന്നി. അതിൻ്റെ ഒരു ചെറിയ 2D ആനിമേഷൻ ട്രെയിലർ ഇന്ന് കാണിക്കുകയുണ്ടായി. ആ ഒരു കഥ കേട്ട സമയത്ത് അതിനകത്തൊരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ലാലേട്ടൻ്റെ ഒരു ഓഡിയോ സിനിമ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ, ഓഡിയോ ആവിഷ്കാരം വരികയാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ. രഞ്ജിനി ഹരിദാസാണ് ഇന്ന് ഈ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്തത്. വിജയ് യേശുദാസിൻ്റെ പാട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹൗസിലേക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ടായി. ലാലേട്ടൻ ഹൗസിലേക്ക് വന്നില്ല. കേക്ക് മുറിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഒത്തിരിയധികം കാര്യങ്ങളും. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഞാൻ കൂടുതലായിട്ട് ഇതിനകത്തൊന്നും പറയുന്നില്ല. വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനിതിൻ്റെ ആ ഒരു ആസ്വാദനത്തിൽ അങ്ങ് മുഴുകി അങ്ങടിയിരുന്നു. സ്ക്രീൻഷോട്ടൊന്നും എടുക്കാൻ മെനക്കെട്ടില്ല. പിന്നീടാണ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തത്. ഞാൻ വിചാരിച്ചു റിവ്യൂ ചെയ്യണ്ട എന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട, റിവ്യൂ ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ, റിവ്യൂ ആയിട്ട് ചെയ്യേണ്ട, ബർത്ത്ഡേ വിഷസ് എങ്കിലും കൊടുക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ്റെ ഫോണ്ട് വെച്ചിട്ടൊക്കെ തമ്പനിയിൽ ഉണ്ടാക്കാനെന്നൊക്കെ വീട്ടിൽ നിന്ന് സജഷനൊക്കെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ചില എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തതാണ്. എപ്പിസോഡിൽ കണ്ട ചില കാര്യങ്ങളും അതേപോലെ തന്നെ ചില ഓർമ്മകളും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.